ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനക്കൽ. ഇന്ന് നമ്മൾ CBSE 9ാം ക്ലാസ്സിലെ ഹിന്ദി അതിലെ ശരത് ജോഷിയുടെ തും കബ് ജാവോഗെ അതിഥി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്ലാസ് വേർഡ് ബൈ വേർഡ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു പിടിക്കണം. അതുപോലെ കയ്യിൽ ഇതേപോലെ ഒരു പെൻസിലോ പേനയോ കരുതണം. അറിയാൻ വയ്യാത്ത ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ വയ്യാത്തതാണെങ്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ മീനിങ് എഴുതിയെടുക്കണം. അതിലൂടെ നിങ്ങൾക്ക് വായിക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ആ ചാപ്റ്റർ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തും കബ് ജാവോഗെ അതിഥി എന്നുള്ളതാണ് ചാപ്റ്റർ. ശരത് ജോഷിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ്. ഒരു അതിഥി തൻ്റെ വീട്ടിൽ വരുന്നതായിട്ട് പുള്ളി സങ്കല്പിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥി സകലമാന ആതിഥ്യ മര്യാദകളും പാലിക്കേണ്ടതിന് പകരം അയാൾ അതെല്ലാം ലംഘിച്ച് ലേഖകൻ്റെ വീട്ടിൽ അങ്ങനെ 4 ദിവസം 5 ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ താമസിക്കുമ്പോൾ വീട്ടുകാർക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇവിടെ ശരത് ജോഷി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 36. तुम कब जाओगे अतिथि. आज तुम्हारे आगमन के चतुर्थ दिवस पर यह प्रश्न बार बार मन में घुमड़ रहा है. ഇന്ന് തുമാരെ ആഗമൻ കെ ചതുർത്ഥ ദിവസ് പർ, നിങ്ങൾ വന്നിട്ട് 4ാമത്തെ ദിവസമായപ്പോൾ യഹ് പ്രശ്ന ബാർ ബാർ, ഈ ചോദ്യം പല തവണ മന്മേ ഘുമട്ട് ആരെ മനസ്സിൽ ഇങ്ങനെ പൊന്തി വരുന്നു. തും കബ് ജാവോഗെ അതിഥി, ചോദ്യം ഇതാണ്, അല്ലയോ അതിഥി, നിങ്ങൾ എന്നാണ് ഇവിടുന്ന് പോകുന്നത്. തും യഹാം ബൈഠേ നിസങ്കോജ് സിഗരറ്റ് കാ ധുവാം ഫേങ്ക് രഹേ ഹോ, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് യാതൊരു സങ്കോചവും കൂടാതെ സിഗരറ്റ് വലിച്ചിങ്ങനെ അന്തരീക്ഷത്തിലൂടെ അതിൻ്റെ പുക വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉസ്കെ ഠീക്ക് സാമ്നെ ഏക്ക് കലണ്ടർ ഹേ, അയാളുടെ മുന്നിൽ ഒരു കലണ്ടറുണ്ട്. ദേഖ് രഹേ ഹോന, നിങ്ങളത് കാണുന്നില്ലേ? ഇസ്കി താരീഖേം അപ്പനെ സീമാമേ നമ്രദാസെ ഫടഫടാത്തി രഹത്തി ഹെ, അതിലെ ഓരോ ഡേറ്റുകളും, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, അതിലെ ഓരോ ഡേറ്റുകളും തൻ്റെ അതിർ കടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഫടാത്തി രഹത്തിഹെ, അതിങ്ങനെ ഓരോ ദിവസവും ആ ഡേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. വിഗത് 2 ദിനോം സേ മെയിൻ തുമേം ദിഖാക്കർ താരീഖ് ബദൽ രഹാഹു, കഴിഞ്ഞ 2 ദിവസമായി നിങ്ങളെ കാണിച്ചിട്ടാണ് ഞാൻ അതിലെ ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തും ജാൻതേ ഹോ അഗർ തുമേം ഹിസാബ് ലഗാന ആതാ ഹെ കി യഹ് ചൗഥാ ദിൻ ഹെ, നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ അറിയാമെങ്കിൽ, ഹിസാബ് മാനെ കണക്ക് കൂട്ടുക, നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ അറിയാമെങ്കിൽ മനസ്സിലാകും ഇന്ന് 4ാമത്തെ ദിവസമാണ്. തുമാരെ സദത് ആദിത്യ ക 14 ഭാരി ദിൻ, നിങ്ങളെ നിരന്തരം ശുശ്രൂഷിച്ചതിൻ്റെ, നിരന്തരം ആദിത്യ മര്യാദ കാണിച്ചതിൻ്റെ 4ാമത്തെ ഭാരിച്ച ദിവസം. പർ തുമാരെ ജാനെ കി കോയി സംഭാവന പ്രതീത് നഹീ ഹോത്തി, പക്ഷെ നിങ്ങൾ പോകാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു പ്ലാനും കാണുന്നില്ല. ലാഖോ മീൽ ലംബി യാത്ര കർണേക്ക് ബാദ്, 1,00,000 കിലോമീറ്ററുകൾ ഉള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം വേ ദോനോ അസ്ട്രോനോട്സ് भी इतने समय चांद पर नहीं रुके थे.
അതായത് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചന്ദ്രനിലെത്തുന്ന അസ്ട്രോനോട്സുകൾക്ക് പോലും, വാന നിരീക്ഷകർക്ക് പോലും ചന്ദ്രനിൽ ഇത്രയും നാൾ ജീവിക്കാൻ സാധിക്കില്ല. ജിത്തനെ സമയത്തും ഏക്ക് ചോട്ടി സി യാത്രാക്കർ മേരെ ഘറായേ ഹോ, നിങ്ങൾ വളരെ ചുരുങ്ങിയ ഒരു സമയം യാത്ര ചെയ്ത്, ഒരു ചെറിയ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിൽ താമസത്തിന് വന്നിട്ട് ഇത്രയും ദിവസമായിരിക്കുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് മൈലുകൾ താണ്ടി ചന്ദ്രനിൽ പോകുന്നവർക്ക് പോലും ഇത്രയും ദിവസം അവിടെ തങ്ങാൻ കഴിയില്ല. തും അപ്പനെ ഭാരി ചരണ കമലോം കി ചാപ്പ് മേരി ജമീൻ പർ അങ്കിത് കർ ചുക്കേ, നിങ്ങൾ നിങ്ങളുടെ ഭാരിച്ച പാദകമലങ്ങൾ, കാൽപ്പാടുകൾ എൻ്റെ തറയിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുമ്നെ ഏക്ക് അന്തരംഗ് നിജി സംബന്ധ് മുച്ചുസെ സ്ഥാപിത് കർ ലിയ, നിങ്ങൾ ഒരു വളരെ തുമ്നെ ഏക്ക് അന്തരംഗ നിജി സംബന്ധ് മുജ്സെ സ്ഥാപിത് കർ ലിയാ ഹൈ, നിങ്ങൾ ആന്തരികമായ ഒരു സ്വന്തം ബന്ധം ഞാനുമായിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുമ്നെ മേരി ആർത്ഥിക സീമാവും കി ബൈഞ്ചേനി ചട്ടാൻ ദേഖ്ലി, നിങ്ങൾ എൻ്റെ സാമ്പത്തിക ചുറ്റുപാടിൻ്റെ നെല്ലിപ്പലക വരെ കണ്ടിരിക്കുന്നു. തും മേരി കാഫി മിട്ടി ഖോദ് ചുകെ, എൻ്റെ മണ്ണ് വേണ്ടത്ര എൻ്റെ മണ്ണ് നിങ്ങൾ കുഴിച്ച് എടുത്തിരിക്കുന്നു. അപ്പൊ തും ലൗട്ട് ജാവോ അതിഥി, ഇനി നിങ്ങൾ തിരിച്ചു പോകൂ അതിഥി. തുമാരെ ജാനെ കെ ലിയെ യഹ ഉച്ച സമയ അർത്ഥാത് ഹൈ ടൈം ഹേ, നിങ്ങൾ പോകുവാനുള്ള സമയം, അതിൻ്റെ ഏറ്റവും കൂടിയ സമയം അഥവാ ഹൈ ടൈം കഴിഞ്ഞിരിക്കുന്നു. ക്യാ തുമയം തുമാരി പൃഥ്വിനെയും പുകാർത്തി, നിങ്ങളുടെ ഭൂമി നിങ്ങളെ ക്ഷണിക്കുന്നില്ലേ, അഥവാ നിങ്ങൾ താമസിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ ആരും ക്ഷണിക്കുന്നില്ലേ, പോകുന്നില്ലേ? ഉസ് ദിൻ ജബ് തും ആയേ ഥേ മേരാ ഹൃദയ കിസി അജ്ഞാത ആശങ്ക സെ ധടക്കുടാ ഥാ, അന്ന് നിങ്ങൾ വരുമ്പോൾ എൻ്റെ ഹൃദയം ഏതോ അജ്ഞാതമായ ഒരു സംശയം കൊണ്ട് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അന്തർ ഹി അന്തർ കഹി മേരാ ബട്ടുവ കാമ്പ് ഗയ, ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ പേഴ്സ് വിറച്ചു. ഉസ്കെ ബാവജൂദ് ഏക്ക് സ്നേഹ് ഭീഗി മുസ്കുരാഹട്ട് കെ സാത്ത്, അതിനോടൊപ്പം സ്നേഹത്തിൻ്റെ ഭീഗി മുസ്കുരാഹട്ട്, ഒരു നനഞ്ഞ പുഞ്ചിരിയോടൊപ്പം മൈൻ തുംസെ ഗലേ മിലാ ഥാ, ഞാൻ നിങ്ങളെ മാറോടണച്ചിരുന്നു. അവർ മേരി പത്നീനെ തുമേ സാദർ നമസ്തേ കി ഥി, എൻ്റെ ഭാര്യ നിങ്ങളെ സഹസ്രം സ്വീകരിച്ചിരുന്നു. തുമാരെ സമ്മാൻ മേ वो अतिथि हमने रात के भोजन को एकाएक उच्च माध्यम वर्ग के ഡിന്നർ में बदल दिया था. അല്ലയോ അതിഥി, നിങ്ങളോടുള്ള ആതിഥ്യ മര്യാദ അനുസരിച്ച് അന്നേ ദിവസം രാത്രിയിൽ നമ്മുടെ ഭക്ഷണം ഏറ്റവും കൂടിയ ഉയർന്ന ആൾക്കാർ കഴിക്കുന്ന ഒരു ഡിന്നർ ആയിട്ട് മാറ്റി. तुम्हें स्मरण होगा कि दो सब्जियों और रायते के अलावा हमने मीठा भी बनाया था. രണ്ടു തരം പച്ചക്കറികളും മറ്റു കറികളും കൂടാതെ ഞങ്ങൾ പായസവും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി. ഈ സാരെ ഉത്സാഹ് और लगन के मूल में एक आशा थी. ഈ കാണിച്ച എല്ലാ ഉത്സാഹത്തിനും താല്പര്യത്തിൻ്റെയും അടിസ്ഥാനം ഒന്നായിരുന്നു. आशा थी कि तुम्हारे दिन दूसरे दिन किसी रेल से एक शानदार मेहमानवाजी की छाप अपने हृदय में ले तुम चले जाओगे. അന്ന് ആഗ്രഹിച്ചിരുന്നത് പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു ട്രെയിനിൽ एक शानदार मेहमान नवाजी की छाप,
ഒരു വളരെ മനോഹരമായ അതിഥി സൽക്കാരം കഴിഞ്ഞ് അപ്പനെ ഹൃദയമേയും ലേ തും ചലേ ജാവോഗെ, വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ കൊണ്ടുചെന്നാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഹം തുംസെ റുക്കിനെ കെലി ആഗ്രഹ കരേങ്കി, നിങ്ങൾ പോകണ്ട എന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കും. മഗർ തും നഹീം മാനോഗെ, പക്ഷേ നിങ്ങൾ അത് അനുസരിക്കുകയില്ല. അവർ അച്ഛേ അതിഥിക്ക് തരഹ് ചലേ ജാവോഗെ, നിങ്ങളൊരു നല്ല അതിഥിയെ പോലെ നിങ്ങൾ പോകും. പർ ഐസ നഹി ഹുവ, അങ്ങനെ ഉണ്ടായില്ല. ദൂസരേ ദിൻ ഭി തും അപ്പനെ അതിഥി സുലഭ് മുസ്കൻ ലിയേ കർമേ ഹി ബനെ രഹേ, രണ്ടാമത്തെ ദിവസവും നിങ്ങൾ ഒരു അതിഥിയെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ തുടർന്നു. ഹംനെ അപ്പനി പീഡ പീലി അവർ പ്രസन्न ബനെ രഹേ, ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖം കടിച്ചമർത്തി സന്തോഷം പ്രകടിപ്പിച്ചു. സ്വാഗത സൽക്കാർ കെ ജിസ് ഉച്ച ബിന്ദു പർ ഹം തുമേം ലേ ജാ ചുകേ ഥേ, സ്വാഗത സൽക്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സീമയിൽ താങ്കളെ കൊണ്ടുവന്ന് എത്തിച്ചു. വഹാം സെ നീച്ചെ ഉദർ ഹംനെ ഫിർ ദോപഹർ കെ ഭോജൻ കോ ലഞ്ച് കി ഗരിമ പ്രദാൻ കി, അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലഞ്ചിൻ്റെ ഗരിമയോടുകൂടി, ലഞ്ചിൻ്റെ സ്റ്റാൻഡേർഡോടുകൂടി നിങ്ങൾക്ക് തന്നു. അവർ രാത്രിക്കു തുമേം സിനിമ ദിഖായ, രാത്രിയിൽ നിങ്ങളോടൊപ്പം സിനിമയ്ക്ക് പോയി. ഹമാരെ സൽക്കാർ കാ യഹ് ആഖിരി ചോർഹെ, ഞങ്ങളുടെ സൽക്കാരത്തിൻ്റെ അവസാനത്തെ അഗ്രമാണിത്. ജിസ്സെ ആകെ ഹം കിസി കെ ലിയേ നഹീം ബഡേ, ഇതിന് മുമ്പ് ഞങ്ങൾ ആരോടും ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഇസ്കെ തുരന്ത് ബാദ് ഭാവഭീനി വിദായി കാ വഹ് ഭീഗാ ഹുവാ ക്ഷണ് ആ ജാനാ ചാഹിയത, പെട്ടെന്ന് വളരെ വികാരഭരിതമായ ഒരു വിടവാങ്ങൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, അഥവാ നിങ്ങൾ അടുത്ത ദിവസം പോകുമെന്ന് വിചാരിച്ചിരുന്നു. ജബ് തും വിദാ ഹോത്തെ ഔർ ഹം തുമേം സ്റ്റേഷൻ തക്ക് ചോടനെ ജാത്തെ, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സ്റ്റേഷൻ വരെ ആഗമിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പർ തുമ്നെ ഐസ നഹീ കിയ, പക്ഷേ നിങ്ങൾ അപ്പോഴും അങ്ങനെ ചെയ്തില്ല. തീസരെ ദിൻ കി സുബഹ് തുമ്നെ മുജ്സെ കഹ, മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്നോട് പറഞ്ഞു, മൈം ധോബി കോ കപ്പട ദേന ചാത്താ ഹും, നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കാൻ ഒരു ലോണ്ടറിയുടെ അടുത്ത് കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. യഹ് ആഘാത് അപ്രത്യാശിത, ഈ ആഘാതം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇസ്കി ചോട്ട് മാർമിഹെ, അതിൻ്റെ മുറിവ് വളരെ ആഴത്തിലായിരുന്നു. തുമാരെ സാമീപ്യക്ക് വേള എകായക്ക് യോം റബ്ബർ കി തരഹ് ഖിഞ്ച് ജായകി, നിങ്ങളുടെ സാമീപ്യത്തിൻ്റെ സമയം തികച്ചും ഒരു റബ്ബർ പോലെ വലിച്ച് നീട്ടുന്നത് പോലെയായിരുന്നു. ഇസ്ക മുജെ അനുമാൻ ഥ, എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പഹലി ബാർ മുझे ലഗാ കി, ആദ്യം എനിക്ക് തോന്നി, അതിഥി സദൈവ ദേവതാ നഹി ഹോത്ത, ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി അതിഥികൾ ദേവതകളല്ല. വഹ് മാനവ് ഔർ ധോടെ അംശോമേം രാക്ഷസ് ഭീ ഹോ സക്താഹേ, ആ മനുഷ്യൻ ചില സമയത്ത് എങ്കിലും അവൻ രാക്ഷസനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കിസി ലോണ്ടറി പർ ദേ ദേത്തെ ഹേ ജൽദി തുൽ ജായെങ്കി, ഏതെങ്കിലും ഒരു ലോണ്ടറിയുടെ അടുത്ത് നമുക്ക് കൊടുക്കാം, പെട്ടെന്ന് കഴുകി തരും. മെന്നെ കഹ, ലേഖൻ പറഞ്ഞു, മൻ ഹി മൻ ഏക് വിശ്വാസ് ചൽ പൽ രഹാ ഥാ കി തുമേം ജൽദി ജാനാ ഹെ, മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം. കഹാം ഹേ ലോണ്ടറി, എവിടെയാണ് ലോണ്ടറി? ചലോ ചലത്തെ ഹേ, വരൂ നമുക്ക് പോകാം. मैंने कहा और अपनी सहज बनियान पर ഔപചാരിക കുർത്ത ഡാൽനെ ലഗ, അങ്ങനെ ഞാൻ അയാളോടൊപ്പം പോകാൻ വേണ്ടി ഔപചാരികമായ ഒരു ഷർട്ടും ഒക്കെ എടുത്തിട്ട് ഞാനങ്ങ് പുള്ളിയുടെ കൂടെ പുറപ്പെട്ടു. കഹാം ജാ രഹേ ഹേ, പത്നിനെ പൂച്ച, ഭാര്യ ചോദിച്ചു, എവിടെ പോകുന്നു? ഇൻകെ കപ്പടെ ലോണ്ടറി പർ ദേനെ മേ, മെന്നെ കഹാ, ഇങ്ങനെ വസ്ത്രമൊക്കെ ലോണ്ടറി എടുത്ത് കൊടുക്കാൻ പോവുക
ഞാൻ പറഞ്ഞു. മേരി പത്നിക്ക് ആംഖേ ഏകായക്ക് ബഡി ബഡി ഹോ ഗയി. എൻ്റെ ഭാര്യയുടെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു. ആജ് സെ തും ബരസ് പൂർവ് ഉൻകി ഐസി ആംഖേം ദേഖ് मैंने अपने अकेलापन की യാത്ര സമാപ്ത് കർ ബിസ്തർ ഖോൽ ദിയാ ഥാ. ഇതിനു മുൻപൊരിക്കൽ ഇതേപോലെ ഒരു സന്ദർഭത്തിൽ അവളുടെ കണ്ണ് ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നത് കണ്ട് ഞാൻ ഒരു യാത്രയ്ക്ക് പുറപ്പെടാനിരുന്ന ആ യാത്ര ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. पर अब जब वे ही आंखें बड़ी होती है तो मन छोटा होने लगता है. ഇപ്പോൾ അതേ കണ്ണുകൾ ഇതേപോലെ തള്ളി വരുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ സങ്കുചിതമായി പോവുകയാണ്. വേ ഇസ് ആശങ്ക ഔർ ഭയ് സേ ബഡി ഹുയി ഥി കി അതിഥി അധിക ദിനവും ടഹരേക്ക. ഇന്ന് അവളുടെ കണ്ണു തള്ളിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിഥി ഇനിയും കുറേ ദിവസം ഇവിടെ തങ്ങാൻ പോകുന്നു എന്നാണ് സൂചന എന്നവൾ മനസ്സിലാക്കി. അവർ ആശങ്ക നിർമൂൽ നഹീം ഥി. അവളുടെ ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല. അതിഥി തും ജാനഹി നഹേ, അതിഥി തും ജാനഹി നഹേ, അതിഥി പോകുന്നില്ല. लॉन्ड्री पर दिए कपड़े धुलाकर आ गई और तुम यही हो. ലോണ്ടറിയുടെ അടുത്ത് കൊടുത്ത വസ്ത്രങ്ങളെല്ലാം അലക്കി വന്നിട്ടും അദ്ദേഹം നിങ്ങൾ ഇവിടെ തന്നെ. തുമാരെ ഭർക്കം ശരീർ സി സൽവട്ടേം പടി ചാദർ ബദലി ജാ ചുഗി ഔർ തും യഹി ഹോ. നിങ്ങളുടെ ഭർക്കം ശരീർ സേ സൽവട്ടേം പടി ചാദർ ബദലി. തുമാരെ ഭർക്കം ശരീർ സേ സൽവട്ടേം പടി ചാദർ ബദലി. നിങ്ങളുടെ ഭാരിച്ച ശരീരത്തിൽ നിന്ന് ഉള്ള ആ ചുളുങ്ങിയ വസ്ത്രങ്ങളെല്ലാം മാറ്റി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ. തുമേ ദേഖക്കർ ഫുട്ട് പടനെ വാലി മുസ്കുരാഹട്ട് ധീരെ ധീരെ ഫീക്കി പടുക്കർ അബ് ലുപ്ത് ഹോഗി. നിങ്ങളെ കാണുമ്പോഴുള്ള ആ നിറഞ്ഞ പുഞ്ചിരികൾ കുറഞ്ഞ് മങ്ങി ഇപ്പോൾ അത് ഒട്ടും ഇല്ലാതെയായിരിക്കുന്നു. ടഹാക്കോം കെ രംഗീൻ ഗുബാരെ ജോ കൽ തക്ക് ഇസ് കമരെ കെ ആകാശ് മീം ഉടുത്തേ ഥേ. അട്ടഹാസത്തിൻ്റെ വലിയ വലിയ ഗുബാരെ ബലൂണുകൾ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചുള്ള ചിരികൾ ഇന്നലെ വരെ ഈ വീടിൻ്റെ മുറികളിൽ എല്ലായിടത്തും തങ്ങി നിന്നിരുന്നു എങ്കിൽ അവധി ഖായിനഹിയും പെടുത്തി ഇപ്പോൾ അവയൊന്നും കാണുന്നില്ല. അതായത് വീട്ടിലുള്ളവരുടെയൊക്കെ സന്തോഷമെല്ലാം അവസാനിച്ചു. बातचीत की उछलती हुई गेंद चर्चा के क्षेत्र के सभी कोनलों से ठप्पे खाकर फिर सेंटर में आकर चुप पड़ी है. ഓരോ സംസാരത്തിൻ്റെയും അങ്ങിങ്ങ് ഓടിക്കൊണ്ടിരിക്കുന്ന പന്തുകൾ അഥവാ സംസാരങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ച് ഓരോ കോണിലും ചെന്ന് മുട്ടിയിട്ട് തിരിച്ച് വീണ്ടും സെൻട്രലിൽ വന്ന് ഇരിക്കുന്നു. അഥവാ അതിൻ്റെ അർത്ഥം ഇതാണ്, സംസാരം ഒക്കെ വളരെ കുറഞ്ഞു. അഥവാ എങ്ങാനും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം സംസാരിക്കുന്നു, യെസ് ഓർ നോ മാത്രം പറയുന്നു. അബിസേ നത്തും ഹിലാരഹേ ഹോ നമയും. ഇപ്പോൾ ഞാനും നിങ്ങളും അങ്ങനെ ഇളകാതെ അങ്ങനെ ഇരിക്കുന്നു. സംസാരമില്ല ഇപ്പോൾ രണ്ടുപേർക്കും. കൽസേമൈ ഉപന്യാസ് പഠ് രഹാഹും ഔർ തും ഫിലിമി പത്രികാക്കി പന്നെ പലട്ട് രഹേ ഹോ. ഇന്നലെ ഞാൻ ഒരു നോവല് വായിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ ഫിലിം മാസികയുടെ ഓരോ പന്നെ പേജുകൾ മറിച്ചു കൊണ്ടിരുന്നു. ശബ്ദോം കാ ലേൻ ദേൻ മിട്ട് ഗയ. വാക്കുകളുടെ കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സംസാരം ഇല്ലാതെയായി. അവർ ചർച്ചയ്ക്ക് വിഷയിച്ചുകയും ഓരോ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. വിഷയ ദാരിദ്ര്യം വന്നുകൊണ്ടിരുന്നു. പരിവാർ, ബച്ചെ, നൗക്കരി, ഫിലിം, രാജനീതി, റിശ്തേദാരി, തബാദലെ, പുരാനെ दोस्त, परिवार नियोजन, महंगाई, साहित्य और हम तक की आंख मार कर हमने पुरानी प्रेमिकाओं का भी जिक्र कर लिया और अब एक चुप्पी है. ഇതിനു മുൻപെല്ലാം
ഓരോ കുടുംബം, കുട്ടികൾ, വേലക്കാര്, ഫിലിമുകൾ, രാഷ്ട്രീയം, പരസ്പരമുള്ള ബന്ധം, തബാദലെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ, പഴയ കൂട്ടുകാർ, കുടുംബ ബന്ധങ്ങൾ, വിലക്കയറ്റം, സാഹിത്യം എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി. ഹംനെ പുരാനി പ്രേമികാവോം കാ ഭി ജിക്ർ കർ ലിയാ, പഴയ കാലത്തുള്ള കാമുകിമാരെ കുറിച്ച് പോലും അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർ അബ് ഏക്ക് ചുപ്പി ഹേ, ഇപ്പോൾ അതെല്ലാം മാറി ഒരു സന്നാട്ട മാത്രം, ഒരു നിശബ്ദത. സൗഹാർദ്ദ അബ് ശനൈ ബോറിയത്ത് മേ രൂപാന്തരിത് ഹോ രഹാ ഹേ, സൗഹാർദ്ദം അഥവാ ഇവർ തമ്മിലുള്ള പരസ്പരം ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ പതുക്കെ അത് ബോറായി രൂപാന്തരപ്പെട്ടു. ഭാവനായേം ഗാലിയാവും കാ സ്വരൂപ് ഗ്രഹൺ കർ രഹി ഹേ, അവരുടെ പരസ്പരമുള്ള ഭാവനകൾ ചീത്ത രൂപം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പർ തും ജാ നഹീം രഹേ, പക്ഷേ ഇപ്പോഴും നിങ്ങൾ പോകാൻ പ്ലാനില്ല. എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ദേഷ്യമാണ് രൂപാന്തരപ്പെടുന്നത്. പക്ഷെ അപ്പോഴും അതിഥിക്ക് അവിടെ നിന്നും പോകാനുള്ള പ്ലാനില്ല. कि सदृश गेंद से तुम्हारा व्यक्तित्व यहाँ चिपक गया है, मैं इस भेद को सपरिवार नहीं समझ पा रहा हूँ. എന്ത് അദൃശ്യമായ ശക്തി കൊണ്ടാണ് നിങ്ങൾ ഈ വീട്ടിൽ നിങ്ങളുടെ വ്യക്തിത്വം ഇവിടെ തളച്ചിട്ടിരിക്കുന്നത്? എന്നാൽ ഈ വ്യത്യാസം ഞങ്ങൾക്ക് കുടുംബത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബാർ ബാർ ഏഹ് പ്രശ്ന ഉഠ് രഹാ ഹേ, തും കബ് ജാവോഗെ അതിഥി, പലതവണ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലയോ അതിഥി, നിങ്ങൾ എന്നാണ് പോകുന്നത്? കൽ പത്നിനെ ധീരെ സെ പൂച്ചാ താ കബ് തക്ക് ടികേംഗെ യേ, ഇന്നലെ ഭാര്യ പതുക്കെ എന്നോട് ചോദിച്ചു, എത്ര നാൾ ഇവിടെ ഉണ്ടാകും? मैंने कंधे उचक दिए क्या कह सकता हूँ, ഞാൻ എൻ്റെ തോള് വെച്ച് അറിയില്ല എന്നിങ്ങനെ കാണിച്ചു. मैं तो आज खिचड़ी बना रही हूँ हल्की रहेगी, ഞാൻ ഇന്ന് വെറും ഒരു കിച്ചടിയെ തയ്യാറാക്കുന്നുള്ളൂ. ബനാവും, ഉണ്ടാക്ക. സൽക്കാർ की ഊഷ്മ समाप्त हो रही है, സൽക്കാരത്തിൻ്റെ ഊഷ്മളത പരിപൂർണമായി നശിച്ചു. ഡിന്നർ സേ ചലേ ഥേ കിച്ചടി പർ ആകെ, ഡിന്നറിൽ തുടങ്ങി വെറും കിച്ചടിയിലായി തീർന്നു. अब भी अगर तुम अपने बिस्तर को गोड़ाकर रूप नहीं प्रदान करते तो, ഇനിയും നിങ്ങൾ കിടക്ക ചുരുട്ടിയില്ലെങ്കിൽ അഥവാ നിങ്ങൾ സ്ഥലം വിട്ടില്ലെങ്കിൽ, ഹമേം ഉപവാസ് തക്ക് ജാനാ ഹോഗ, ഞങ്ങൾ ഉപവസിക്കുക പോലും ചെയ്യും. तुम्हारे मेरे संबंध एक संक्रमण के दौर से गुजर रहे, तुम्हारे और मेरे संबंध में, നിങ്ങളും ഞാനും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം വളരെ മോശമായ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നു. തുമാരെ ജാനേക്ക യഹ് ശരണ ക്ഷണു ഹേ, നിങ്ങൾക്ക് പോകുവാനുള്ള യഹ് ചരം ക്ഷണു ഹേ, ഏറ്റവും അവസാനത്തെ സമയമാണിത്. തും ജാവോ ന അതിഥി, നിങ്ങൾ പോകുന്നില്ലേ അതിഥി? തുമേ യഹാം അച്ഛാ ലഗ് രഹാ ഹേ ന, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു? मैं जानता हूँ, ഞാൻ മനസ്സിലാക്കുന്നു. दूसरों के यहाँ अच्छा लगता है, अगर बस चलता तो सभी लोग दूसरों के यहाँ रहते, पर ऐसा नहीं हो सकता. अगर बस चलता तो सभी लोग दूसरों के यहाँ रहते, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മറ്റുള്ളവരുടെ അടുത്ത് താമസിക്കാം. पर ऐसा नहीं हो सकता, പക്ഷേ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. अपने घर की महत्ता के गीत इसी कारण गाए गए हैं. अपने घर की, തൻ്റെ വീടിൻ്റെ ആ മഹത്വം നിറഞ്ഞ ഗീതം ഈ കാരണം കൊണ്ടത് പാടിക്കഴിഞ്ഞിരിക്കുന്നു. होम की इसी कारण स्वीट होम कहा गया है कि लोग दूसरों की होम की स्वीटनेस को काटने उड़े. ഹോം കോ ഇസി കാരൻ സ്വീറ്റ് ഹോം കഹാ ഗയാ ഹെ, ഇതുകൊണ്ടായിരിക്കും സ്വീറ്റ് ഹോം എന്ന് പറയുന്നത്. ഇതുകൊണ്ട്
लोग दूसरे के होम की സ്വീറ്റ്നെസ് को काटने न दौड़े. മറ്റുള്ളവരുടെ വീടിൻ്റെ സ്വീറ്റ്നെസ് ഒരിക്കലും തകർക്കാൻ വേണ്ടി തയ്യാറാവരുത്. तुम्हें यहाँ अच्छा लग रहा है पर सोचो प्रिय कि शराफत की कोई चीज होती है और गेट आउट भी एक वाक्य है जो बोला जा सकता है. നിങ്ങൾ യഹാം അച്ഛാ ലഗ് രഹാ ഹെ, നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് നന്നായിട്ടുണ്ട്. പർ സോച്ചോ പ്രിയ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യവും ചിന്തിക്കണം. ദേഷ്യം കൂടിക്കൂടി വന്നാൽ അവസാനം ഒരു വാക്കു പറയേണ്ടതായിട്ട് വരും. ഗെറ്റ് ഔട്ട് എന്ന് പറയേണ്ടി വരും. അതുപോലും ഞാൻ ഇത്രയും സഹിച്ചു കഴിയുമ്പോൾ അത് പോലും ചിലപ്പോൾ പറയാൻ ഇടം വരും. अपने खराटों से एक और रात गुंजायमान करने के बाद कल जो किरण तुम्हारे बिस्तर पर आएगी वह तुम्हारे यहाँ आगमन के बाद पांचवें सूर्य की പരിചിത കിരൺ ഹോഗി. ഇത്രയെല്ലാം കഴിഞ്ഞും ഈ രാത്രിയും കഴിഞ്ഞിട്ട് അടുത്ത ഒരു ദിവസത്തിൻ്റെ സൂര്യകിരണങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ വന്ന് പതിക്കുന്ന സമയം ആ ദിവസം അഞ്ചാമത്തെ ദിവസത്തിൻ്റെ ആ സൂര്യകിരണമായിരിക്കും. आशा है वह तुम्हें चूमेगी और तुम घर लौटने का सम्मानपूर्ण निर्णय ले लोगे. അത് വന്ന് നിങ്ങളെ സ്പർശിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുവാനുള്ള ഏറ്റവും ആദരണീയമായ ആദരവ് നിറഞ്ഞ ഒരു തീരുമാനമെടുക്കണം. മേരി സഹനശീലതാക്കി വഹ് അന്തിമ സുബഹ് ഹോഗി. നാളെ ആ ദിവസം എൻ്റെ സഹനശക്തിയുടെ അവസാനത്തെ ദിവസമാകും, അത് പ്രഭാതമാകും. ആപ്കെ ബാദ് മെയിം സ്റ്റാൻഡ് നഹീ കർ സകൂങ്ക ഔർ ലഡ്ഖട ജാവുങ്ക. താങ്കൾ പോയതിനു ശേഷം ഉസ്കെ ബാദ് മെയിം സ്റ്റാൻഡ് നഹീ കർ സകൂങ്ക, അതിനുശേഷം എനിക്ക് മെയിം സ്റ്റണ്ട് നഹീ കർ സകൂങ്ക ആഖിർ മെയിം ഭി മനുഷ്യ ഹും. അതിനുശേഷം ഒരു സ്റ്റണ്ടിന് തയ്യാറാകുന്നില്ല. ഔർ ലഡ്ഖട ജാവുങ്ക, കാരണം ഔർ ലഡ്ഖട ജാവുങ്ക, ലഡ്ഖട എന്ന് പറഞ്ഞാൽ മുടന്തനായി മാറും. മേരെ അതിഥി മൈ ജാൻതാ ഹും കി അതിഥി ദേവതാ ഹോതാ ഹൈ. ഞാൻ അറിയുന്നു അതിഥികൾ ദേവതമാരാണ്. അതിഥി ദേവോ ഭവ എന്നാണ്. പർ ആഖിർ മൈം ഭി മനുഷ്യ ഹും, പക്ഷേ ഞാനും ഒരു മനുഷ്യനാണ്. മൈം കോയി തുമാരി തരഹ് ദേവത നഹി, ഞാൻ നിങ്ങളെപ്പോലെ ദേവതയല്ല. ഏക് ദേവത ഔർ ഏക് മനുഷ്യ അധിക ദേർ സാത്ത് നഹീം രഹത്തെ. ഒരു ദേവനും ഒരു മനുഷ്യനും അധിക നേരം ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല. ദേവത ദർശൻ ദേക്കർ ലൗട്ട് ജാത്താ ഹെ, ദേവത മനുഷ്യന് ദർശനം കൊടുത്ത് തിരിച്ചു പോകും. തും ലൗട്ട് ജാവോ അതിഥി, അതുകൊണ്ടല്ലയോ അതിഥി നിങ്ങൾ തിരിച്ചു പോകും. തുമീം ഇസീമേൻ തുമാര ദേവത്വ സുരക്ഷിത ഹോക, അതിലായിരിക്കും നിങ്ങളുടെ ദൈവികത സുരക്ഷിതമായിട്ടിരിക്കുക. ഏക മനുഷ്യ അപ്പനി വാലി പർ ഉതരി ഉസ്കെ പൂർവ് തും ലൗട്ട് ജാവോ. ഈ മനുഷ്യൻ അവൻ്റെ ലാസ്റ്റ് മൊമെന്റിൽ അവൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ അല്ലയോ നിങ്ങൾ തിരിച്ചു പോകൂ. തും കബു ജാവോगे അതിഥി. ദീർഘനിശ്വാസം വിട്ടിട്ട് ലേഖകൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ന് തിരിച്ചു പോകും അതിഥി. ഇതാണ് നമ്മുടെ അതിഥി തും കബ് ജാവോഗി എന്ന് പറയുന്ന ആ പാഠം. തും കബ് ജാവോഗി അതിഥി, നിങ്ങൾ എന്ന് തിരിച്ചു പോകും. വളരെ രസകരമായ ഒരു ലെസനാണ്. ഈ ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.